നിന്നിലേക്ക് ഭാഗം 46. സമയം രാവിലെ 8 മണി കഴിഞ്ഞിട്ടും ശിവയെ ചുറ്റിപ്പറ്റി നടക്കുന്ന മിത്രയെ കണ്ട് അവൻ്റെ കണ്ണുകൾ കുറുകി. അവന് കഴിക്കാനും മറ്റും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അവനോട് സംസാരിച്ചിരുന്നില്ല. അവനിൽ നിന്നും ഒരു ഒളിച്ചോട്ടം എന്ന പോലെ അവൾ ചെയ്യുന്ന ജോലിക്കെല്ലാം ഒരു വെപ്രാളമുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അലക്കാനുള്ള തുണികൾ തിരയുന്നവളുടെ കയ്യിൽ അവൻ കയറിപ്പിടിച്ചു. മിത്ര അവനെ എന്താ എന്ന പോലെ നോക്കി. നീ എന്നോട് മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയില്ലാന്ന് നീ കരുതണ്ട ശ്രീ. ഞാൻ നിന്നോട് സംസാരിക്കാതിരിക്കാനല്ലേടി ഈ ഓട്ടം നിനക്ക്? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഏയ് എന്തിന്? എനിക്കൊരു ഓട്ടമില്ല, അലക്കാനുണ്ട്, അതാ. ദത്തേട്ടൻ വിട്ടൊന്ന്, ഞാൻ പോയി അലക്കട്ടെ. അവൾ അവൻ്റെ കൈകളെ വിടുവിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. പോയി ഡ്രസ്സ് മാറിയിട്ട് കോളേജിൽ പോകാൻ നോക്കടി. ശിവ അവളോട് അലറി. മിത്ര അവനെ മിഴിച്ചു നോക്കി. ഈ ഒരു കാര്യം അവൻ്റെ വായിൽ നിന്നും വരരുത് എന്ന് ഓർത്തായിരുന്നു അവൾ ഇത്രയും നേരം അവന് പിടികൊടുക്കാതെ നടന്നിരുന്നത്. അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. ഞാനിന്ന് പോണില്ല ദത്തേട്ടാ, അവൾ പതിയെ പറഞ്ഞു. അതെന്താ അങ്ങനെ? നീ ഇന്നലെ കോളേജിൽ പോകാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്തോ കോളേജിൽ പോക്ക്? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല ദത്തേട്ടാ, ദത്തേട്ടന് വയ്യാതിരിക്കുമ്പോൾ ഞാനെങ്ങനെയാ? ഞാൻ നാളെ പൊക്കോളാം പ്ലീസ്, അവൾ യാചനയോടെ പറഞ്ഞു. എന്തിന്? അതിനും വേണ്ടി എനിക്കൊരു കുഴപ്പമില്ല, നീ റെഡിയാവ്, ഞാൻ കൊണ്ടാക്കാം നിന്നെ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇല്ല, ഞാനൊന്ന് പോവില്ല. അവളുടെ മുഖം വീർത്തു. ദേ വാശി കാണിക്കില്ല ശ്രീ, ചെന്ന് ഡ്രസ്സ് മാറടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ലാന്ന്, ഞാൻ മാറില്ല. ദത്തേട്ടൻ വെറുതെ ഒച്ചെടുത്തിട്ട് കാര്യമില്ല, ഇന്ന് എന്തായാലും ഞാൻ പോവില്ല. അവൾ ചുണ്ടുകൂട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ മടിയിലേക്ക് വലിച്ചിരുത്തി. മിത്ര മുഖം വീർപ്പിച്ച് അവനെ നോക്കി. അതെന്താ ഇപ്പോൾ ഇന്ന് ഇത്ര വാശി? അവൻ അവളുടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു. ഒന്നുമില്ല, എനിക്കിന്ന് കോളേജിൽ പോയാൽ ഒരു മനസമാധാനം കാണില്ല ദത്തേട്ടാ, ദത്തേട്ടനെ കുറിച്ച് ഓർത്ത്. എൻ്റെ നല്ല ദത്തേട്ടനല്ലേ, ഞാൻ ഇന്ന് മാത്രം ലീവാക്കിക്കോട്ടെ പ്ലീസ്. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. അവന് ചിരി വന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പോയി ഡ്രസ്സ് മാറടി, അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പോവല്ലേ, ഞാൻ പറയട്ടെ, അവൻ അവളെ ഒന്നുകൂടി ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാ ഭർത്താക്കന്മാരും എന്തെങ്കിലും വയ്യായികയൊക്കെ വന്നാൽ ഭാര്യ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുക. ഈ റൗഡി മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൊരടൻ. വിടന്നെ, ഞാൻ പോയി റെഡി ആവട്ടെ, അവൾ പിടഞ്ഞു. അവൻ ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ ഏങ്ങിപ്പോയി. ആരടി മുരടൻ? അവൻ അവളുടെ കഴുത്തിലൂടെ ചുണ്ടിഴച്ചുകൊണ്ട് ചോദിച്ചു. അത് ദത്തേട്ടൻ, അവൾ വിക്കലോടെ പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ അവളുടെ തോളിൽ പല്ലുകൾ അഴുത്തിയിരുന്നു. വേണ്ട ദത്തേട്ടാ, അവൾ അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവിടെ ഒന്ന് അമർത്തി ചുംബിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ചെറിയൊരു ചുവപ്പ്. അവൻ ചിരിയോടെ അവളുടെ കവിളിൽ ഒന്ന് തട്ടി. ആരാ മുരടൻ? അവൻ വീണ്ടും ചോദിച്ചു. ആരുമില്ല, അവൾ തല താഴ്ത്തി. ആഹാ, ശ്രീമിത്രയ്ക്ക് നാണാണോ എൻ്റെ മുഖത്ത് നോക്കാൻ? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാനെന്തിനാ നാണിക്കുന്നേ? എനിക്ക് നാണമൊന്നുമില്ല, അവൾ പറഞ്ഞു. അതെനിക്കറിയാലോ നിനക്ക് നാണമൊന്നുമില്ലാന്ന്. അതല്ലേ അന്ന് രാത്രി എൻ്റെ മുന്നിൽ ഡ്രസ്സൊന്നുമില്ലാതെ. അത്രയും പറഞ്ഞപ്പോഴേക്കും മിത്ര വെപ്രാളത്തോടെ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അവൻ്റെ കണ്ണുകളിൽ പോലും കുറുമ്പ്. അത് ഞാൻ പോയി അലക്കിയിട്ട് കോളേജിൽ പൊക്കോളാം ദത്തേട്ടാ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ വായിൽ നിന്നും കൈമാറ്റി.
അവൻ ചിരിയോടെ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനേ പണത്തിന് പകരം വാങ്ങിയ ഉരുപ്പടിയല്ലേടി നീ? അപ്പോ ആ സ്നേഹം കൊണ്ട് ഉമ്മ വെച്ചതാ, ശിവ കുറുമ്പോടെ പറഞ്ഞു. അവളുടെ മുഖം വീർത്തുപോയി. കണക്കായിപ്പോയി, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ ചിരിച്ചു. ഏതായാലും ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ശുശ്രൂഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇന്നിനി കോളേജിൽ പോണ്ട. പക്ഷേ നാളെ തൊട്ട് പോയേ പറ്റൂ, അവൻ പറഞ്ഞു. അവളുടെ മുഖം വിടർന്നു. താങ്ക്സ് ദത്തേട്ടാ, അവൾ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ അമർത്തി മുത്തി. ശിവ കവിളിൽ കൈവച്ച് അവളെ മിഴിച്ചു നോക്കി. അവൾ പെട്ടെന്ന് അവൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അത് പിന്നെ പണത്തിന് പകരം എന്നെ വാങ്ങിയതല്ലേ, ആ സ്നേഹം കൊണ്ടാ ഈ, അവൾ ഇളിച്ചു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ നോക്കുന്നേ? ദത്തേട്ടന് എന്തും പറയാം, പക്ഷെ അതേ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല താനും. ഇതെന്തു കൂത്ത്? അവൾ ചുണ്ടു കൊട്ടിക്കൊണ്ട് അലക്കാനുള്ള തുണികൾ എടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി. എടി, ആ കല്ലിലിട്ട് അലക്കണ്ട, വൈകുന്നേരം വാഷിംഗ് മെഷീൻ കൊണ്ടുവരും, എന്നിട്ട് അലക്കാം, ശിവ പറഞ്ഞു. സത്യം? അവൾ വിടർന്ന കണ്ണാലെ ചോദിച്ചു. അല്ല നോണ, പോയി ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കടി കുള്ളത്തി. കെട്ടിയോനെ നോക്കാൻ വേണ്ടി ലീവാക്കിയതല്ലേ, അപ്പോൾ പോയി പണിയെടുക്ക്, അവൻ ചുണ്ടുകൂട്ടി. ഓ മൊരടൻ, അവൾ പിറുപിറുത്തുകൊണ്ട് തുണികൾ അവിടെ തന്നെ ഇട്ട് അടുക്കളയിലേക്ക് നടന്നു. ശിവ ഒരു ചിരിയോടെ ബെഡിലേക്ക് ചാഞ്ഞിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ശിവ ബെഡിൽ നിന്നും അവൻ്റെ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്തവൻ ചെവിയിലേക്ക് വെച്ചു. പറയൂ കാശി, എന്താ പുതിയ വാർത്ത? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. എടാ ശിവ, ആ മാത്യൂസിൻ്റെ കാര്യം കുറച്ച് സീരിയസാ. കയ്യും കാലൊക്കെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. നടുവിനും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നും പോരാഞ്ഞിട്ട് നീ ഇനി അങ്ങേരെ ഒന്നിനും കൊള്ളാത്തവനാക്കിയല്ലോടാ. ആളിപ്പോൾ മൊത്തം തളർന്ന പോലെ കിടപ്പ്, കാശി ചിരിയോടെ പറഞ്ഞു. ആഹാ, നല്ല വാർത്തയാണല്ലോ. അല്ല, ആരവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? മൈക്കിളെത്തിയോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. ആ ശിവ, അവൻ രാവിലെ എത്തി. അവനും അവൻ്റെ ആളുകളും ചേർന്നാ മാത്യൂസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, കാശി പറഞ്ഞു. ശിവ ഗൗരവത്തോടെ മൂളി. പിന്നെ ശിവ, വേറൊരു കാര്യം കൂടി. കാശി പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവനോട് എന്തോ പറയാൻ ശ്രമിച്ചു. എന്താടാ? ശിവ ചോദിച്ചു. അത് എടാ, മൈക്കിളിൻ്റെ കൂടെ പുതിയൊരുത്തനും കൂടി വന്നിട്ടുണ്ട്. ആളെ മുന്നേ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ, പക്ഷേ ആരാണെന്നങ്ങോട്ട്, അവൻ പറഞ്ഞു. ശിവയുടെ നെറ്റി ചുളിഞ്ഞു. അതാരാണെന്ന് അന്വേഷിക്കണം, അവൻ കാശിയോടായി പറഞ്ഞു. ശരിയടാ, അന്വേഷിക്കാം, അത്രയും പറഞ്ഞുകൊണ്ട് കാശി കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങി. ആ കാശി, ഒരു കാര്യം കൂടി, പെട്ടെന്ന് ഓർത്തതുപോലെ ശിവ അവനെ വിളിച്ചു. എന്താടാ? കാശി ചോദിച്ചു. എടാ അജു, അവൻ ഇന്നലെ കണ്ടിട്ട് അവൻ്റെ കാലിനത്ര പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. അവന് ശരിക്കും അന്ന് നല്ല പരിക്കുണ്ടായിരുന്നോ? ശിവ ചോദിച്ചു. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? അന്ന് അവനെ കാണാൻ ഹോസ്പിറ്റലിൽ നീയും വന്നതല്ലേ, നീ കണ്ടതല്ലേ നേരിട്ട്, പിന്നെ ഇപ്പോൾ എന്താ ഒരു സംശയം? കാശിയുടെ നെറ്റി ചുളിഞ്ഞു. ഏയ് സംശയമൊന്നുമല്ലടാ, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ അവന് അറിയാവുന്നതല്ലേ, അവൻ അതിനെപ്പറ്റി നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ശിവ സംശയത്തോടെ ചോദിച്ചു. ഇല്ലടാ, ഞാൻ രാവിലെ വിളിച്ചായിരുന്നു അവനെ, പക്ഷേ അവന് കോൾ എടുത്തില്ല. എന്താ ശിവ? കാശി ചോദിച്ചു. ഒന്നുമില്ല, നീ വെച്ചോ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നേരിൽ കാണുമ്പോൾ പറയാം, ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, ശിവ പറഞ്ഞു. ഓക്കേടാ, ഞാനെന്തായാലും മൈക്കിളിൻ്റെ കൂടെയുള്ള ആ മറ്റവൻ ആരാണെന്ന് അന്വേഷിച്ചിട്ട് പറയാം, കാശി പറഞ്ഞു. ഓക്കേടാ, വെച്ചോ, ശിവയും പറഞ്ഞു. കാശി ഫോൺ കട്ട് ചെയ്തു. ശിവ അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. പതിയെ അവൻ വാട്സാപ്പ് എടുത്ത്
അതിൽ കുറച്ചു മുന്നേ വന്ന മെസ്സേജിൽ നിന്നും വന്ന ഫോട്ടോ ഓപ്പണാക്കി. മൈക്കിളിനോടും കൂടെയുള്ള അവൻ്റെ സഹായിയോടും സംസാരിക്കുന്ന മാസ്ക് ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ശിവ ആ ഫോട്ടോ അയച്ചു തന്ന ആൾക്ക് റിപ്ലൈ ഇട്ടു. താങ്ക്സ് മിഥുൻ. അവൻ റിപ്ലൈ അയച്ച് ഫോൺ മാറ്റിവെച്ചു. കണ്ണുകളിൽ വേദന, സഹിക്കാൻ കഴിയാത്ത വേദന. പക്ഷേ ചങ്കിനെ പോലെ കൂടെ നടന്നവനോട് ക്ഷമിക്കാനും മാത്രം നല്ലവനല്ല ശിവ. അവൻ്റെ പല്ലുകൾ മുറുകി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവൻ വന്യമായ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് ഹെഡ് ബോർഡിലേക്ക് ചാഞ്ഞിരുന്നു. അറിയാമായിരുന്നു, കൂടെ ഉള്ളവൻ തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എത്തിക്കുന്നതെന്ന്. പക്ഷെ അവൻ ഉള്ളിൽ വേദന നിറയുമ്പോഴും ശിവയുടെ കണ്ണിൽ പകയാളി. 2 ദിവസങ്ങൾക്ക് ശേഷം മിത്ര വീണ്ടും ഇന്ന് കോളേജിലേക്ക് പോവുകയാണ്. ഒരു ദിവസം മാത്രം അവനെ നോക്കാൻ നിൽക്കട്ടെ എന്ന് ചോദിച്ചവൾ അവനോട് കെഞ്ചി ഒരു ദിവസം കൂടി നീട്ടി വാങ്ങി. വിശ്വയും കാശിയും ചേർന്നാണ് വാഷിംഗ് മെഷീൻ കൊണ്ടുവന്നത്. മിത്ര ആരോടും മിണ്ടിയില്ല. ശിവയെ രാത്രി കൂട്ടിക്കൊണ്ടുപോയത് ഇവരാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരോട് ഒരു നീരസം തോന്നിയിരുന്നു. കാശിയും വിശ്വയും അവളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവൾ അവരെ നോക്കി പുച്ഛിച്ചു. അതിൻ്റെ കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും അവളോടൊന്നും പറഞ്ഞില്ല. കോളേജിന് മുന്നിൽ മിത്രയെ കൊണ്ടുവന്നാക്കി ശിവ തിരികെ പോവാനൊരുങ്ങി. പെട്ടെന്ന് മിത്ര അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ശിവ എന്താ എന്ന പോലെ അവളെ നോക്കി. അടിയുണ്ടാക്കാനൊന്നും പോവല്ല ദത്തേട്ടാ, അവൾ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഭയമാണ്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തട്ടി. ക്ലാസ്സിലേക്ക് ചെല്ല്, വിദ്യ വരാറായി. ഇന്ന് കൂടെ ഭദ്രയും കാണും, അവൻ പറഞ്ഞു. അവൾ തലകുലുക്കി. എന്നാ ഞാൻ പൊക്കോട്ടെ, അവൻ ചോദിച്ചു. പക്ഷേ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടല്ലേ ദത്തേട്ടാ, നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവൻ തലകുലുക്കി. അപ്പോൾ നീ ചെല്ല്, ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല. ഇനി അതോർത്ത് ടെൻഷനാവണ്ട കേട്ടോ, അവൻ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്നും പോയി. അവളുടെ കൈകൾ അവളുടെ താലിയിൽ മുറുകി. കോളേജ് ഗേറ്റ് കടന്ന് ഒരു സ്കൂട്ടി അകത്തേക്ക് കയറുന്നത് മിത്ര കണ്ടു. അതാരാണെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ഭദ്ര. മിത്രയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. ഭദ്ര സ്കൂട്ടി നിർത്തി ഹെൽമറ്റ് ഊരി ഇറങ്ങി. അപ്പോഴേക്കും വിദ്യ മിത്രയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. വിദ്യയെ കണ്ടതും മിത്ര പുഞ്ചിരിച്ചു. മിത്രേച്ചി, ഇന്ന് നേരത്തെയാണല്ലോ, വിദ്യ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ, അവൾ പറഞ്ഞു. ഭദ്ര അടുത്തേക്ക് വരുന്നത് മിത്ര ഇടം കണ്ണാൽ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവളോട് അങ്ങോട്ട് പോയി മിണ്ടി നാണം കെടാൻ അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അവളെ നോക്കാതെ വിദ്യയോട് സംസാരിച്ചുകൊണ്ട് നിന്നു. വിദ്യേ, ക്ലാസ്സിൽ പോണില്ലേ? ഭദ്ര വിളിച്ചത് വിദ്യയായിരുന്നെങ്കിലും നോട്ടം മിത്രയിലായിരുന്നു. മിത്ര കോളേജിൽ ചേർന്നെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ താനും PGക്ക് ചേർന്നത്. അവളോടുള്ള പിണക്കെല്ലാം മാറ്റണം. ശിവേട്ടൻ പറഞ്ഞറിയാം ഇപ്പോൾ അവൾ പഴയ മിത്ര തന്നെയാണെന്ന്. എൻ്റെ മിത്ര. അങ്ങനെ അവളെ കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. പക്ഷേ ഇവളെന്താ എന്നോട് മിണ്ടാത്തേ? ഇങ്ങോട്ടും മിണ്ടാതെ അങ്ങോട്ട് കയറി മിണ്ടുന്നത് എങ്ങനെയാ? ഇത്രയും കാലം ഞാൻ മിണ്ടാൻ വേണ്ടി അവളെൻ്റെ പുറകെ നടന്നതല്ലേ? അപ്പോഴൊന്നും ഞാനല്ലേ അവളോട് അങ്ങോട്ട് മിണ്ടാതിരുന്നേ? ഭദ്ര ഒന്ന് നിശ്വസിച്ചു. ഒറ്റയ്ക്ക് കരഞ്ഞു തീർത്ത ദിവസങ്ങളിൽ എന്നെങ്കിലും ഒരിക്കൽ എന്നെ ഓർത്തുകൂടായിരുന്നോടി നിനക്ക്? ആ സങ്കടം, പിന്നെ നീ ഞങ്ങൾ ഇറക്കിവിട്ട ദേഷ്യം, നിന്റെ ഈ പതുങ്ങിയ സ്വഭാവം എല്ലാം കൊണ്ടുവാ ഞാൻ നിന്നോട് മിണ്ടാതെ നടന്നേ. എൻ്റെ പിണക്കത്തിലെങ്കിലും നീ എൻ്റെ മിത്രയാവുമെന്ന് കരുതി. പക്ഷെ ഇല്ല, ഇവള് ശിവേട്ടൻ്റെ ഉണ്ടക്കണ്ണി തന്നെയാ. അങ്ങേരെ കൊണ്ട് മാത്രമേ ഇവളെ നേരെയാക്കാൻ പറ്റൂ. ശിവേട്ടൻ്റെ പ്രണയം കൊണ്ട് മാത്രം ശിവേട്ടൻ മാറ്റിയെടുത്തതാ മിത്രയെ. അവൾ പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് മിത്രയെ തന്നെ നോക്കി. അവൾ തന്നെ നോക്കുന്നത് കണ്ട് മിത്രയ്ക്കുള്ളിൽ സന്തോഷം നിറഞ്ഞു. ആ കണ്ണുകളിൽ തന്നോടുള്ളത് സ്നേഹം തന്നെയാണ്.
മിത്രയുടെ ഹൃദയം സാന്ദ്രമായി. പക്ഷേ ഒത്തിരി വേദന അനുഭവിച്ചിട്ടും വിവാഹശേഷം തന്നെ കണ്ട ഭദ്ര തന്നോട് കാണിച്ച പരിഭവം ഓർക്കവേ അവളുടെ മുഖം വീർത്തുപോയി. അവൾ പെട്ടെന്ന് വിദ്യയുടെ കയ്യിൽ പിടിച്ചു. വിദ്യ എന്താ എന്ന പോലെ അവളെ നോക്കി. വാ വിദ്യേ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഇവിടെ ഇനി ആരെ നോക്കി നിൽക്കുക നീ? മിത്ര കനത്ത സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് വിദ്യയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ഭദ്ര അവളെ അമ്പരപ്പോടെ നോക്കി. മിത്ര അവളോട് ചെന്ന് മിണ്ടുമെന്നുള്ള നേരിയ പ്രതീക്ഷ പോലും അവളിൽ അസ്തമിച്ചു. അവളുടെ മുഖം പരിഭവം കൊണ്ട് വീർത്തുകെട്ടി. അയ്യോ മിത്രേച്ചി, മിത്രേച്ചി ഭദ്രേട്ടത്തിയെ കണ്ടില്ലേ? വിദ്യ മിത്രയെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ആ അത് തന്നെ, അങ്ങനെ ചോദിക്കു വിദ്യേ. അവൾക്കെന്താ എന്നോടൊന്ന് മിണ്ടിയ? വായിലെ മുത്തു പൊഴിഞ്ഞു പോവോ? ഭദ്ര മിത്രയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മനസ്സിൽ ചോദിച്ചു. മിത്ര അവളെ നോക്കി പുച്ഛിച്ചു. ഏത് ഭദ്രേട്ടത്തി? ഭദ്രകാളിയാണോ? അതല്ലാതെ എനിക്കൊരു ഭദ്ര അറിയില്ല. മിത്ര ചുണ്ടുകൂട്ടി. ഭദ്ര അവളെ മിഴിച്ചു നോക്കി. അവളുടെ സംസാരം കേട്ട് ഭദ്ര പല്ല് കൂട്ടിക്കടിച്ചു. നിന്റെ ഏട്ടത്തിയോട് ആ പല്ലൊക്കെ കടിച്ചു പൊട്ടിക്കണ്ടാന്ന് പറ. മിത്രയ്ക്ക് ശ്രീഭദ്ര എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനൊരു ഫ്രണ്ടില്ല. എനിക്കെൻ്റെ ദത്തേട്ടൻ മാത്രം മതി. ഇടറുന്ന സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് മിത്ര ക്ലാസ്സിലേക്ക് പോയി. വിദ്യ ദയനീയമായി ഭദ്രയെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും ഭദ്ര കണ്ണിൽ വെള്ളം നിറച്ച് കുഞ്ഞു പിള്ളേരെ പോലെ ചുണ്ടു പിളർത്തി. അത് കണ്ടപ്പോൾ വിദ്യയ്ക്ക് പാവം തോന്നി. സാരില്ല ഏട്ടത്തി, മിത്രേച്ചിക്ക് അത്രയും സങ്കടമായതുകൊണ്ടാ. ഏട്ടത്തിക്ക് ചേച്ചിയോട് അങ്ങോട്ട് പോയി മിണ്ടായിരുന്നില്ലേ? വിദ്യ ചോദിച്ചു. അവളെന്നെ കളിയാക്കിയാലോ എന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നേ. അവൾ ഇങ്ങോട്ട് വന്ന് എന്നോട് മിണ്ടുന്ന് കരുതി, പക്ഷേ മിണ്ടിയില്ല. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടത്തി വിഷമിക്കാതെ. മിത്രേച്ചി പലതവണ ഏട്ടത്തിയോട് മിണ്ടാൻ വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ ഏട്ടത്തി ചാടയിട്ടു. ഇപ്പൊ ഏട്ടത്തിക്ക് മിത്രേച്ചിയോട് മിണ്ടണമെന്ന് ആഗ്രഹം വന്നപ്പോൾ മിത്രേച്ചിക്ക് ചാടാ, അത്രേ ഉള്ളൂ. വിദ്യ കുറുമ്പോടെ പറഞ്ഞു. ഭദ്ര അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് വിദ്യ ചിരിച്ചു. എനിക്കെൻ്റെ മിത്രയോട് സംസാരിക്കണം. പഴയ പോലെ അവളുടെ ഫ്രണ്ടാവണം. വിച്ചേട്ടനോട് പറഞ്ഞ് ഇവിടെ ചേർന്നതുപോലും അവളോട് അടുക്കാനാ, അവൾ പറഞ്ഞു. എല്ലാം ശരിയേട്ടത്തി, പക്ഷേ മിത്രേച്ചി മിണ്ടാതെ എന്ത് ചെയ്യാനൊക്കും? വിദ്യ ചോദിച്ചു. ശിവേട്ടൻ വരട്ടെ, ശിവേട്ടൻ്റെ മുന്നിൽ നിന്ന് അവളോട് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൾ എന്നോട് മിണ്ടും, ഭദ്ര പറഞ്ഞു. ആണോ? എന്നാ അങ്ങനെ മതി ഏട്ടത്തി. എന്നാ ഏട്ടത്തി ക്ലാസ്സിലേക്ക് പൊക്കോ, വിദ്യ പറഞ്ഞു. എനിക്ക് പഠിക്കണ്ട, ഭദ്ര ദയനീയമായി പറഞ്ഞു. നല്ല കാര്യം. ദേ ഏട്ടത്തി വേണ്ടാട്ടോ, ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും, വിദ്യ അവളെ ഭീഷണിപ്പെടുത്തി. പോടി, അവളൊരു നാട്ടൻ. ദേഷ്യത്തോടെ ചുണ്ടുകൊട്ടി ചവിട്ടിത്തുള്ളി ഭദ്ര ക്ലാസ്സിലേക്ക് പോയി. അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് വിദ്യ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു മറവിലേക്ക് നിന്ന് ഫോൺ എടുത്ത് വാട്സപ്പിൽ ആർക്കോ വോയിസ് ടൈപ്പ് ചെയ്തു. ദേ ഏട്ടാ, ഇന്ന് എന്നെ കൊണ്ടുപോകാൻ വരണ്ടാട്ടോ, ഞാനിന്ന് ഏട്ടത്തിയുടെ കൂടെ വന്നത്, അവൾ അയാൾക്ക് വോയിസ് ഇട്ടു. അപ്പുറത്തു നിന്നും ഒരു സാഡ് ഇമോജി കണ്ട് അവൾക്ക് ചിരി വന്നു. ആരുണ്ടെങ്കിലും എനിക്കെന്താ, പ്ലീസ് ഡി, ഞാൻ വന്നോട്ടെ. അല്ലെങ്കിൽ നീ നോക്കിക്കോ, ഞാൻ എത്രയും പെട്ടെന്ന് വിഷ്ണുവിനോട് പറയും നമ്മുടെ കാര്യം. മറുവശത്ത് നിന്ന് മെസ്സേജ് ടൈപ്പാണ്. അത് കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാ പോയി പറയേ. എന്നാ പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഏട്ടൻ്റെ ഭാര്യ ആവാലോ, അവൾ മെസ്സേജ് അയച്ചു. മറുവശത്ത് ബ്ലൂടിക്ക് വീണെങ്കിലും പെട്ടെന്നവൻ ഓൺലൈനിൽ നിന്നും പോയി. അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. പതിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് ഫോൺ ബാഗിലേക്ക് വെച്ച് വിദ്യ ക്ലാസ്സിലേക്ക് നടന്നു. തുടരും.